വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയ യാത്ര ഒടുവിൽ നമ്മൾ ചെന്നെത്തിയത് കൊല്ലം ബീച്ചിലാണ്. കൊല്ലം ബീച്ചിൽ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെന്നപ്പോഴത്തേക്ക് ആദ്യം കണ്ടതെന്താ, ഇത് തന്നെയാണ് സംഭവം. ഇതിലേക്ക് തന്നെ എൻ്റെ കണ്ണ് ആദ്യം എത്തുക കേട്ടോ. കൊല്ലം ബീച്ചിൽ ചെന്നാൽ ആദ്യം ഞാൻ തരും ഉപ്പിലിട്ട നെല്ലിക്കയുണ്ടോ ഉപ്പിലിട്ട മാങ്ങയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും കണ്ടു. അപ്പോൾ 2-3 പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മയിടയിൽ ആണ് ഞങ്ങൾ ചെന്ന് മേടിച്ചത്. മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് മേടിച്ചുള്ളൂ. മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്കയും മാങ്ങയും ഉണ്ട്, പൈനാപ്പിൾ ആൾമോസ്റ്റ് കഴിയാറായി. അതിൻ്റെ തൊട്ടപ്പുറത്ത് വീണ്ടും കുറേ പേരിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. ഈ അമ്മയുടെ തീരാറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് കടൽ കാണാനായിട്ട് ഇറങ്ങി. നല്ല തിരയുണ്ടായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നിട്ട് പിന്നെ കൂടുതൽ സമയം നിന്നില്ല. നല്ല വെയിലുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ സമയം അവിടെ നിൽക്കില്ല. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് നല്ല തിരമാലയിഞ്ഞ് കയറി വരുന്നുണ്ട്. പക്ഷെ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല കേട്ടോ. ഉച്ച നേരം ആയതുകൊണ്ട് കടലിൻ്റെ തീരത്തൊന്ന് കളിച്ചതില്ല. ഇപ്പോൾ പിന്നെ കൂടുതൽ ആരും അങ്ങനെ കടലിലോട്ട് പോകുന്നുമില്ലല്ലോ. നമ്മൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നല്ല ഉച്ച നേരമല്ലേ, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് കയറിയപ്പോഴത്തേക്ക് കണ്ടത് പഴയകാല ഓർമ്മയിലേക്ക് ഞാൻ അറിയാണ്ട് നടന്നു. ഇത് പുളിമിഠായിയും എല്ലാത്തരം മിഠായി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം പുളിമിഠായി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പുളിമിഠായി തന്നെ എടുത്ത്. അപ്പോൾ എൻ്റെ മോൻ ഒരേ നിർബന്ധം സിഗരറ്റ് മിഠായി വേണമെന്നില്ല, നീണ്ടിരിക്കുന്ന മിഠായി, അത് സിഗരറ്റ് മിഠായി എന്നാണ് ആളുടെ. അപ്പോൾ അവിടെ നിന്ന് അതുമൊക്കെ മേടിച്ച്, ബോംബെ പൊടി ഉണ്ടായിരുന്നു അതും മേടിച്ച്. അത് ഒരു വരൽ 4 ഉള്ളായിരുന്നു. സിഗരറ്റ് മിഠായി അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതും എൻ്റെ കാശിക്കുട്ടനും മോക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പുളിമിഠായി. പണ്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് 1 രൂപയ്ക്ക് 4 കിട്ടുന്നത് ഇപ്പം എന്താ 30 രൂപയാണ്. ഇത്ര എണ്ണത്തിൻ്റെ വില 30 രൂപയാണ്. അപ്പോൾ എന്തായാലും 30 രൂപയൊന്നും നോക്കില്ല, 30 ആയാലും നമുക്കിഷ്ടമുള്ള സാധനം നമുക്ക് തിന്നണ്ടേ. പ്രത്യേകിച്ച് പുളിമിഠായി ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയ ഉടനെ ഞാൻ ആദ്യം പുളിമിഠായി തന്നെ എടുത്ത് കഴിക്കാനും തുടങ്ങി. അപ്പോൾ ഈ പണ്ടത്തെ ഈ പുളിമിഠായിയൊക്കെ തിന്നുമ്പോൾ നമുക്ക് പഴയകാല ഓർമ്മയിലേക്കൊക്കെ പോകില്ല. എത്ര പേർക്ക് ഈ പുളിമിഠായി ഇഷ്ടമാണ്? വേറൊന്നിനെ പറ്റി ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ പുളിമിഠായി എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ള പറയണം കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കും ഈ പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.